ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് പാരലൽ ഫോഴ്സസ്. ഓക്കെ, സമാന്തരമായി അനുഭവപ്പെടുന്ന ബലങ്ങൾ. ഓക്കെ, ഫോഴ്സസ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ഉദാഹരണം നോക്കാം. നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ എല്ലാവരും എണീറ്റ് നിൽക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ആ തറയിൽ, ആ ഫ്ലോറിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും ഓരോരുത്തരും. ഓക്കെ, അത് ഓരോരുത്തരെയും നമുക്ക് ആ കൊടുക്കുന്ന ഫോഴ്സിനെ ഓരോ ലൈൻസ് ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലൈൻസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പാരലൽ ഫോഴ്സസ് നോക്കാം. ഇഫ് ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ആർ പാരലൽ, ദേ ആർ നോൺ ആസ് പാരലൽ ഫോഴ്സസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് ആ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം? ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഓരോരുത്തർ നിൽക്കുന്നത് ഓരോ ലൈനായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ എണീറ്റ് നിൽക്കുന്നത് പരസ്പരം എന്തായിരിക്കും? പാരലലായിരിക്കും. അപ്പോൾ അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? ലൈൻസ് ഓഫ് ആക്ഷൻ പാരലൽ ആണോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇഫ് ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ആർ പാരലൽ, ദേ ആർ നോൺ ആസ് പാരലൽ ഫോഴ്സസ്. ലൈൻസ് ഓഫ് ആക്ഷൻ പരസ്പരം പാരലൽ ആണെങ്കിൽ അത്തരം ഫോഴ്സുകളെ നമുക്ക് എന്ത് പറയാം? പാരലൽ ഫോഴ്സസ് എന്ന് പറയാം. ഞാൻ പിക്ചർ നോക്കാം. 4 ഫോഴ്സിൻ്റെ ലൈൻസ് ഓഫ് ആക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഓരോ ലൈനും പരസ്പരം എന്താണ്? പാരലലാണ്. അപ്പോൾ അവ എന്താണ്? പാരലൽ ഫോഴ്സസിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ അതിൽ ആരോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. എല്ലാ ആരോ മാർക്കും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് പാരലൽ ഫോഴ്സസുമാണ്, ആക്ട് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലുമാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം ഫോഴ്സുകളെ നമ്മൾ ലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറയും. ലൈക്ക് പാരലൽ ഫോഴ്സസ്. അപ്പോൾ എന്താണ് ലൈക്ക് പാരലൽ ഫോഴ്സസ്? ഇഫ് ദ ഫോഴ്സസ് ആർ ഇൻ സെയിം ഡയറക്ഷൻ, ദേ ആർ നോൺ ആസ് ലൈക്ക് പാരലൽ ഫോഴ്സസ്. അപ്പോൾ മുകളിൽ കൊടുത്ത പിക്ചർ എന്താണ്? പാരലൽ ഫോഴ്സസുമാണ്, എന്തും കൂടിയാണ്? ലൈക്ക് പാരലൽ ഫോഴ്സും കൂടിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ദ ഫോഴ്സസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദേ ആർ നോൺ ആസ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. അപ്പോൾ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. താഴോട്ടും മുകളിലോട്ടും എന്തുണ്ട്? ലൈൻസ് ഓഫ് ആക്ഷൻ നടക്കുന്നുണ്ട്. ഫോഴ്സ്, അതായത് ആക്ട് ചെയ്യുന്നത് താഴോട്ടും മുകളിലോട്ടാണ്. അപ്പോൾ ഇവയൊക്കെ എന്താണ്? അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആണ്. ഓക്കെ, അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. അപ്പോൾ അൺലൈക്ക് പാരലൽ ഫോഴ്സസിൻ്റെ പ്രത്യേകത എന്താണ്? ഇഫ് ദ ഫോഴ്സസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവ എന്താണ്? അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. ദെൻ നെക്സ്റ്റ് വൺ, ഇപ്പോൾ താഴെ കൊടുത്തുള്ള പിക്ചർ ഒന്ന് നോക്കിക്കോളൂ. F1 F2 അങ്ങനെ ഫോഴ്സുകൾ, 5 ഫോഴ്സുകൾ ഒരേ പ്രതലത്തിലാണ്, ഒരേ പ്ലെയിനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അല്ലേ? ഒക്കെ ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ഒരേ പ്ലെയിനിലാണ്. അത്തരം ഫോഴ്സുകളെയാണ് നമ്മൾ കോപ്ലാനാർ പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, കോപ്ലാനാർ പാരലൽ ഫോഴ്സസ്. അപ്പോൾ എന്താണ് കോപ്ലാനാർ പാരലൽ ഫോഴ്സസ്? ഇഫ് ഓൾ ദി പാരലൽ ഫോഴ്സസ് ആക്ട് ഇൻ ദ സെയിം പ്ലെയിൻ, ദേ ആർ നോൺ ആസ് കോപ്ലാനാർ പാരലൽ ഫോഴ്സസ്. എല്ലാ ഫോഴ്സുകളും ഒരേ പ്ലെയിനിൽ തന്നെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം പാരലൽ ഫോഴ്സുകളെ നമ്മൾ കോപ്ലാനാർ പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കപ്പിൾ. അപ്പോൾ എന്താണ് കപ്പിൾ? അപ്പോൾ ആ കപ്പിൾ എന്താ നോക്കുന്നതിന് മുന്നേ ആ പിക്ചർ ആദ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ AB എന്നുള്ളത് ഒരു റോഡാണ്, ഒരു വടിയാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു വടി അല്ലെങ്കിൽ ഒരു സ്കെയിലായിട്ട് എടുക്കുക AB. അതിൻ്റെ 2 എൻഡിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് സെയിം ആണ്. അതാണ് F. A എന്നുള്ള പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് F, B എന്നുള്ള പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും F തന്നെയാണ്. അപ്പോൾ ഫോഴ്സ് രണ്ടും എന്താണ്? ഈക്വലാണ്. അവ പരസ്പരം പാരലലുമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പാരലലാന്ന് തോന്നില്ല. പക്ഷേ ഈ F താഴോട്ടും മുകളിലോട്ടും നീട്ടി വരച്ച് കഴിഞ്ഞാൽ ലൈൻസ് ഓഫ് ആക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും, പാരലലായിരിക്കും. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷനായി. എന്താണ്? ഒന്നെന്താണ്? ഈക്വലാണ്, പിന്നെന്താണ്? പാരലലുമാണ്. ഇനി ആക്ട് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണോ? അല്ല, ഒന്ന് മുകളിലോട്ടാണെങ്കിൽ ഒന്ന് താഴോട്ടാണ്. അപ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്.
അപ്പോൾ അത്തരം പാരലൽ ഫോഴ്സുകളെ നമ്മൾ എന്താ പറയുക? അൺലൈക്ക് പാരലൽ ഫോഴ്സസ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇവിടുത്തെ കണ്ടീഷൻസ് രണ്ട് ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ അവ എന്താണ്? ഈക്വലാണ്. പക്ഷെ എന്താണ്? അൺലൈക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആണ്. ഇനി ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? രണ്ട് പോയിന്റുകളിലാണ്. ഒന്ന് എയിലാണെങ്കിൽ ഒന്ന് ബിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി നമ്മൾ ആ പറഞ്ഞ സ്കെയിൽ അല്ലെങ്കിൽ ആ വടി എന്ത് ചെയ്യും? എൻ്റെ അവിടെ താഴോട്ടും ബീൻ്റെ അവിടെ മുകളിലോട്ടും ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ആ വടി എന്ത് ചെയ്യും? അവിടെ കടന്ന് തിരിയും. ഓക്കെ, പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും. ആ റോഡ് അല്ലെങ്കിൽ ആ വടി കടന്നിട്ട് അവിടെ തിരികെയാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? കപ്പിൾ. അപ്പോൾ എന്താണ് കപ്പിൾ? ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ എ ബോഡി പ്രൊഡ്യൂസേഴ്സ് കപ്പിൾ. ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. ഈക്വൽ ആവും വേണം, എന്താവും വേണം? അൺലൈക്ക് പാരലൽ ഫോഴ്സസും ആണെങ്കിൽ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കപ്പിളിൻ്റെ എഫക്റ്റ് എന്താണ്? റൊട്ടേഷനാണ്, തിരിയും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് കപ്പിൾ. ഒന്നുകൂടി നോക്കിക്കോളൂ. ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ എ ബോഡി പ്രൊഡ്യൂസസ് കപ്പിൾ. അപ്പോൾ ആ പിക്ചർ വരയ്ക്കേണ്ടി വരും. അപ്പോൾ പിക്ചർ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്? രണ്ട് ഫോഴ്സ് എങ്ങനെയാണ്? ഈക്വലാണ്. എഫ് ആണ്, അപ്പോൾ ഈക്വലാണ്. പിന്നെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അൺലൈക്ക് ആയിട്ടാണ് അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അൺലൈക്കും പാരലൽ. അപ്പോൾ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. ഒരേ പോയിൻറ്റിൽ ആക്ട് ചെയ്തിട്ട് കാര്യമില്ല. ആക്ടിങ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ എ ബോഡി പ്രൊഡ്യൂസേഴ്സ് കപ്പിൾ. ഓക്കെ, ദെൻ കപ്പിളിനൊരു എക്സാമ്പിളാണ് നമ്മൾ ടാപ്പ്, വെള്ളം തുറക്കുന്ന ടാപ്പ്. വെള്ളം ഇപ്പോൾ നമ്മൾ തിരിക്കുന്ന ആ മുകൾ ഭാഗം തിരിക്കുന്നത്. ഓക്കെ, ഇതേമാതിരി ആയിരിക്കും. രണ്ട് ഭാഗത്തും നമ്മൾ ഈ രണ്ട് വിരലിൻ്റെ ഇടയിൽ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക? ടാപ്പ് തുറക്കുക. ഓക്കെ, ആ വടി മുകളിൽ വടി പോലുള്ള ടാപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ടാപ്പ് അല്ലെങ്കിൽ വാൾവൊക്കെ ഉണ്ടാവും അതേപോലുള്ള. അപ്പോൾ അത് തുറക്കുമ്പോൾ നമുക്കറിയാം രണ്ട് സൈഡിലും ഒരേപോലെ ഫോഴ്സ് കൊടുത്താലേ അത് തിരിയുള്ളൂ. ഓക്കെ, അതൊരു കപ്പിളിന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ, മൊമെൻ്റ് ഓഫ് എ കപ്പിൾ. മൊമെൻറ്റം എന്നല്ല, മൊമെൻ്റ് ഓഫ് എ കപ്പിൾ. അപ്പോൾ കപ്പിളിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്ത് പറഞ്ഞു? റൊട്ടേഷൻ നടക്കുമെന്ന് പറഞ്ഞു. ഒരു വസ്തു എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും, തിരിയും. അതിൻ്റെ എഫക്റ്റ് കാണിക്കുന്നതാണെന്ത്? മൊമെൻ്റ് ഓഫ് എ കപ്പിൾ. ഓക്കെ, റൊട്ടേറ്റിംഗ് എഫക്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? മൊമെൻ്റ് ഓഫ് എ കപ്പിൾ. ഓക്കെ, അതായത് അതിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു വാക്കാണെന്ത്? മൊമെൻ്റ് ഓഫ് എ കപ്പിൾ. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പിക്ചർ തന്നെയാണത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് എ കപ്പിൾ എങ്ങനെ കാണുമെന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സി എന്നുള്ള ലെറ്ററാണ്, ക്യാപിറ്റൽ ലെറ്റർ സി ആണ് മൊമെൻ്റ് ഓഫ് എ കപ്പിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കുക. സി ഈക്വൽ ടു എഫ് ഇൻറ്റു എ ബി. അപ്പോൾ എന്താണ് എഫ്? രണ്ട് എഫ് ഉണ്ട് അല്ലേ? അതിൽ ഏതെങ്കിലും ഒരു എഫ് എടുക്കുക, വൺ ഓഫ് ദ ഫോൾസ്, ഇൻറ്റു ആ ഫോൾസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഫോൾസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാണ്? എ മുതൽ ബി വരെയുള്ള ദൂരമാണ്. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് എ കപ്പിൾ സി ഈക്വൽ ടു എഫ് ഇൻറ്റു എ ബി. അതായത് കപ്പിൾ എങ്ങനെ കാണാം? മൊമെൻ്റ് ഓഫ് എ കപ്പിൾ എങ്ങനെ കാണാം? ഫോൾസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇപ്പോൾ രണ്ട് ഫോൾസ് എടുക്കണ്ട, ഒരു ഫോൾസ് ഇൻറ്റു അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അതാണെന്ത്? മൊമെൻ്റ് ഓഫ് എ കപ്പിൾ. ഓക്കെ, അപ്പോൾ എഫ് ഇൻറ്റു എ ബി. ദെൻ അതിൻ്റെ യൂണിറ്റ്, ഫോൾസിൻ്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ന്യൂട്ടണാണ്. എ ബി പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താ? മീറ്ററാണ്. അപ്പോൾ കപ്പിളിൻ്റെ യൂണിറ്റ് എന്താ വരിക? മൊമെൻ്റ് ഓഫ് എ കപ്പിളിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. എന്താണ്? ന്യൂട്ടൺ. ഫോൾസിൻ്റെ ന്യൂട്ടണും ഡിസ്റ്റൻസിൻ്റെ മീറ്ററും. അപ്പോൾ എന്ത് വരും? ന്യൂട്ടൺ മീറ്റർ. ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് എ കപ്പിൾ. ദെൻ നെക്സ്റ്റ് വൺ, വർക്ക് ഡൺ ബൈ എ കപ്പിൾ. ഓക്കെ, അതൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ബൈ എ
കപ്പിൾ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കൺസിഡർ എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് വിത്ത് റേഡിയസ് ആർ. ഇപ്പോൾ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെയൊക്കെ കറങ്ങുന്ന ഭാഗത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കറങ്ങുന്ന ഭാഗം. അതിനെ കട്ട് ചെയ്തതാണ്, ക്രോസ് ആയിട്ട് കട്ട് ചെയ്തതാണ് ഈ പിക്ചർ. ആ ഷാഫ്റ്റിൻ്റെ റേഡിയസ് ആണെന്ത്, ആറ്. അപ്പോൾ പിക്ചർ ശ്രദ്ധിച്ചോളൂ, ആർ ഈസ് ദ റേഡിയസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എ ബി എന്ന് എടുക്കുക. ഓക്കെ, അതായത് ആറ് അതായത് ഡയമീറ്റർ ആണെന്ത്, എ ബി. മനസ്സിലായില്ലേ? ആറ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, റേഡിയസിൻ്റെ ഇരട്ടിയാണെന്ത്, ഡയമീറ്റർ. അപ്പോൾ എ ബി എത്ര ഉണ്ടാവും, മൊത്തം 2r ഉണ്ടാവും. ശ്രദ്ധിക്കണം, എ ബീൻ്റെ മൊത്തം ലെങ്ത് എത്ര വരിക, 2r. ഇവിടെ രണ്ട് ഫോൾസ്, അതായത് 2 ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോൾസസ് ആണ് ആക്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പിക്ചർ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ എഫ് താഴോട്ടും എഫ് മുകളിലോട്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും, കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ആ ഷാഫ്റ്റ് കടന്ന് കറങ്ങും. ഹിയർ ദ 2 ഫോൾസസ് പ്രൊഡ്യൂസസ് കപ്പിൾ. നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, വർക്ക് ഡൺ ബൈ എ കപ്പിളാണ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എ കപ്പിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, വർക്ക് കാണാനുള്ള ഇക്വേഷനാണ് ഫോൾസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. വർക്ക് കാണാനുള്ള ഇക്വേഷനാണെന്ത്, ഫോൾസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ 1 റൊട്ടേഷൻ. എന്താണ്, ഒരു റൊട്ടേഷൻ, അതായത് ഈ ഷാഫ്റ്റ് ഒരു പ്രാവശ്യം തിരിഞ്ഞ് വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിന് ഈക്വലായിരിക്കും, 2πrന് ഈക്വലായിരിക്കും. എന്തിന് ഈക്വലായിരിക്കും, 2πr. എങ്ങനെ ഈ 2πr വരുന്നത്, ഒരു സർക്കിളിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷനാണെന്ത്, 2πr. 2πr, r ഈസ് ദ റേഡിയസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ പിക്ചറിൽ എ എന്നുള്ള പോയിൻ്റ് ഒരു പ്രാവശ്യം തിരിഞ്ഞ് അവിടെ തന്നെ എത്തുക എന്ന് വിചാരിക്കുക. അപ്പോൾ ആ എ എന്നുള്ള പോയിൻറ്റിന് എത്ര മാറ്റം വന്നിട്ടുണ്ടാവും, ഈ സർക്കിളിൻ്റെ ചുറ്റളവിന് ഈക്വലായിരിക്കില്ലേ, തിരിഞ്ഞ് അത് അവിടെ തന്നെ എത്തിയില്ലേ. അപ്പോൾ ചുറ്റളവ് എത്രയാണ്, 2πr ആണ്. അപ്പോൾ എക്ക് വന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിന് ഈക്വലായിരിക്കും, 2πrന് ഈക്വലായിരിക്കും. അപ്പോൾ എന്തിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നത്, വർക്ക് കാണണമെങ്കിൽ ഫോൾസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇക്വേഷൻ. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ 1 റൊട്ടേഷൻ എത്രയാണ്, 2πr. ഓക്കെ, അപ്പോൾ വർക്ക് എങ്ങനെ കാണും, വർക്ക് അപ്പോൾ ഫോൾസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോളൂ, വർക്ക് ഈക്വൽ ടു ഫോൾസിന് പകരം എഫ് എന്ന് കൊടുത്തു, എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനോ 2πr. അങ്ങനെ എത്ര ഫോൾസ് ഉണ്ട് ഇവിടെ, 2 ഫോൾസ് ഉണ്ട്. അപ്പോൾ വർക്ക് എത്ര ഉണ്ടാവും, എഫ് ഇൻറ്റു 2πr പ്ലസ് എഫ് ഇൻറ്റു 2πr. ഓക്കെ, എഫ് ഇൻറ്റു 2πr എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്നുള്ള പോയിൻറ്റിൽ അനുഭവപ്പെടുന്ന വർക്ക് കിട്ടും. അതേപോലെ ബിയിലും അനുഭവപ്പെടുന്ന വർക്കും ഇല്ലേ. അപ്പോൾ വർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു 2πr പ്ലസ് എഫ് ഇൻറ്റു 2πr. അപ്പോൾ പിക്ചർ നോക്കിക്കോളൂ, എഫ് ഇൻറ്റു 2r നേരത്തെ നമ്മൾ പറഞ്ഞു ഫോൾസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, എ ബി ആണല്ലേ. എ ബി എന്തിന് ഈക്വലാ, 2rന് ഈക്വലായിരിക്കും. ഓക്കെ, പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. എ ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായിരിക്കും, 2rന് ഈക്വലായിരിക്കും. അപ്പോൾ എഫ് ഇൻറ്റു 2r എന്തിന് ഈക്വലാണ്, മൊമെൻ്റ് ഓഫ് എ കപ്പിൾ സിക്ക് ഈക്വലാണ്, എഫ് ഇൻറ്റു 2r. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു 2πr പ്ലസ് എഫ് ഇൻറ്റു 2πrൽ എഫ് ഇൻറ്റു 2rന് പകരം നമുക്ക് എന്ത് എഴുതാം, സി എന്ന് എഴുതാം. ശ്രദ്ധിക്കണം ഇക്വേഷൻ, എഫ് ഇൻറ്റു 2rന് പകരം നമുക്ക് എന്ത് എഴുതാം, സി എന്ന് എഴുതാം. അപ്പോൾ വർക്ക് ഡബ്ല്യു ഈക്വൽ ടു, അതിലിഞ്ഞ് ബാക്കി എന്താ ഉള്ളത്, പൈ എന്നുള്ള ടേം ഒഴിഞ്ഞ് കിടക്കണം അല്ലേ. അപ്പോൾ പൈ ഇൻറ്റു എഫ് ഇൻറ്റു 2rന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, സി. അപ്പോൾ പൈ സി പ്ലസ് അതേപോലെ രണ്ടാമത്തെ ടേമിലും എഫ് ഇൻറ്റു 2rന് പകരം സി എന്ന് കൊടുക്കുക. അപ്പോൾ പൈ സി പ്ലസ് പൈ സി എന്നുണ്ടാവും ഈക്വൽ ടു പൈ സി പ്ലസ് പൈ സി. എത്ര പൈ സി ഉണ്ടാവും, 2πc ഉണ്ടാവും. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു എന്ത് വരും, 2πc എന്ന് വരും. ഓക്കെ, അത് എന്ത് കാണാനുള്ള ഇക്വേഷനാണ്,
വർക്ക് കാണാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. നമ്മളൊരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് കൺസിഡർ ചെയ്ത് വിത്ത് റേഡിയസ് ആർ. ഇവിടെ 2 ഫോൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ വർക്ക് കാണാനുള്ള ഇക്വേഷനാണ് ഫോൾസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആകെ കൺസിഡർ ചെയ്യുന്നത് ഈ ഷാഫ്റ്റ് ഒരു പ്രാവശ്യം തിരിയുമ്പോൾ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. ഒരു പ്രാവശ്യം തിരിയുമ്പോൾ 2πr എന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ വർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു 2πr പ്ലസ് 2 ഫോൾസ് ഉണ്ടായതുകൊണ്ട് വീണ്ടും എഫ് ഇൻറ്റു 2πr. ബട്ട് എഫ് ഇൻറ്റു 2r എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അത് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അതെന്താണ്? സിക്ക് ഈക്വലാണ്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? പൈ സി പ്ലസ് പൈ സി ഈക്വൽ ടു 2πc. അതാണ് വർക്ക് കാണാനുള്ള ഇക്വേഷൻ 2πc. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം തിരിയുമ്പോഴാണ്. ഇനി നമുക്ക് ഈ ഷാഫ്റ്റിനെ ഒരു സെക്കൻഡിൽ n ടൈംസ് തിരിയുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് ദ ഷാഫ്റ്റ് മേക്സ് n റൊട്ടേഷൻസ് ഇൻ 1 സെക്കൻഡ്, ആ ഷാഫ്റ്റ് എന്ത് ചെയ്യാണ്? ഒരു സെക്കൻഡിൽ n ടൈംസ്, n എന്ന് പറഞ്ഞാൽ എത്രയാവാം, n ടൈംസ് തിരിയുന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എന്ത് എഴുതാം? 2πc എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? n കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 വട്ടം തിരിയുന്നുണ്ടെങ്കിൽ 10 ഇൻറ്റു 2πc. അപ്പോൾ n ടൈംസ് തിരിയുന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു 2πnc ജൂൾ. അപ്പോൾ ഈ ജൂൾ എന്താണ്? വർക്കിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു 2πnc. ഓക്കെ, അത്രയാണ് എന്ത് വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. ഡബ്ല്യു ഈക്വൽ ടു 2πnc ജൂൾസ്. ജൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, വർക്കിൻ്റെ യൂണിറ്റാണ് എന്ത്? ജൂൾ. ഇനി നിങ്ങളോട് പവറാണ് കാണാൻ പറയുന്നത് വിചാരിക്കുക. അപ്പോൾ പവറും വർക്കും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. പവർ ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ടൈമാണ്. വർക്ക് ബൈ ടൈം. പി ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. അപ്പോൾ നമ്മളിവിടെ കണ്ടുവച്ചത് എന്താണ്? വർക്ക് തന്നെയാണ്. എന്താണ്? ഒരു സെക്കൻഡിലുള്ളത് അല്ലേ? ഒരു സെക്കൻഡിലുള്ള വർക്കാണ്. ഡബ്ല്യു ഈക്വൽ ടു 2πnc എന്നുള്ളത് എന്താണ്? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്കാവുമ്പോൾ പി എന്തിന് ഈക്വലായിരിക്കും? ഡബ്ല്യുവിന് ഈക്വലായിരിക്കും. അതായത് ടൈം 1 ആകുമ്പോൾ ഇക്വേഷൻ നോക്കിയാൽ മതി. പി ഈക്വൽ ടു ഡബ്ല്യു ബൈ ടിയിൽ ടി 1 ആയിക്കഴിഞ്ഞാൽ പി ഈക്വൽ ടു എന്തെഴുതാം? ഡബ്ല്യു എന്ന് എഴുതാം. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷനും എന്ത് തന്നെയാണ്? 2πnc തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാവാൻ കാരണം നമ്മൾ കണ്ടുവച്ച വർക്ക് എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വർക്കാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് എന്തിന് ഈക്വലായിരിക്കും? പവറിന് ഈക്വലായിരിക്കും. അപ്പോൾ പവർ ഈക്വൽ ടു 2πnc. പക്ഷേ യൂണിറ്റ് മാറും. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണെങ്കിൽ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. WATT വാട്ട്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു 2πnc, പി ഈക്വൽ ടു എന്ത് തന്നെയാണ്? 2πnc. മറ്റൊന്ന് ജൂളിലാണെങ്കിൽ ഒന്നെന്താണ്? വാട്ടിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ എ കപ്പിൾ. ഓക്കെ, then thank you.